ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഡ് റേഞ്ച് ഡിവൈസസിലെ ഒരു പുതിയ ഡിവൈസാണ് OnePlusൻ്റെ Nord 3. അപ്പോൾ നമുക്കറിയാം OnePlus Nord 3 ഓൾറെഡി റിലീസിന് ഒരുങ്ങുകയാണ്. ജൂലൈ 5-ാം തീയതിയാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത്. ഇൻഫാക്ട് ഇതൊരു ഗ്ലോബൽ റിലീസ് കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിലും അതേ ദിവസം തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഡിവൈസസിനെ കുറിച്ച് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ OnePlus Nord എന്ന് പറഞ്ഞത് ഒരു കുറേ കൂടെ അഫോർഡബിൾ കാറ്റഗറിയിൽ വന്ന ഒരു ഡിവൈസാണ്. ഐ മീൻ സീരീസ് ആണെന്ന് പറയുമ്പോൾ അറിയാം. ആക്ച്വലി ഫസ്റ്റ് ഡിവൈസ് വന്നത് OnePlus Nord, അതായത് കോവിഡ് വന്നതിൻ്റെ ആ വർഷമാണ് വന്നത്. 2020 OnePlus Nord വന്നു, 2021 Nord 2 വന്നു, 2022 Nord 2T ആണ് വന്നത്. അതായത് 2ൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷനാണെന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായി ചേഞ്ച് ഒന്നുമില്ല, എങ്കിലും ഒരു ഡിഫറെൻറ്റ് ഡിവൈസ് ആയിരുന്നു. ഇപ്പോൾ വരുന്നത് OnePlus Nord 3, അതായത് മൂന്നാമത്തെ വേർഷൻ പേരിൽ, പക്ഷേ 4ാമത്തെ ഐട്രേഷനാണ്. അപ്പോൾ OnePlus Nord 3ൽ നമുക്ക് ഇപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് ഒഫീഷ്യലി കൺഫേംഡ് ആയ കാര്യങ്ങൾ. ഞാൻ ലീക്ഡ് സ്പെക്സിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ഒഫീഷ്യലി OnePlus അവരുടെ വെബ്സൈറ്റിൽ കൊടുത്ത ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. അപ്പോൾ നമുക്കറിയാം OnePlusൻ്റെ ഏതൊരു ഡിവൈസിൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അലേർട്ട് സ്ലൈഡർ എന്നുള്ളത്. അപ്പോൾ ചില OnePlus ഡിവൈസസിൽ അതില്ല, ചില ഇതിലുണ്ട്. പക്ഷേ OnePlus Nord 3ൽ അലേർട്ട് സ്ലൈഡർ ഉണ്ട് എന്നുള്ളത് ഒരു കൺഫേംഡ് കാര്യമാണ്. കാരണം ഡിസൈൻ ലാംഗ്വേജിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് ഓൾറെഡി OnePlus അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലേർട്ട് സ്ലൈഡർ ഉള്ള ഒരു ഡിവൈസാണ് OnePlus Nord 3. അത് വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ iPhone 14 Pro യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് സൈലൻ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ വളരെ കൺവീനിയൻ്റ് ആയി തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഈ OnePlus ഡിവൈസസിലും നമുക്ക് വളരെ കൺവീനിയൻ്റ് ഒരു സംഭവം തന്നെയാണ് ഈ അലേർട്ട് സ്ലൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഡിവൈസിൽ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത്. അപ്പോൾ OnePlus ഫാൻസിന് അതിലൊരു സംശയം ഇനി വേണ്ട, OnePlus സ്ലൈഡർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും എന്നുള്ളതാണ്, കേർവ് ഡിസ്പ്ലേ അല്ല. കാരണം ഈ സെഗ്മെൻറ്റിൽ പല ഫോൺസിലും കേർവ് ഡിസ്പ്ലേ പറയാറുണ്ട്. അതായത് അതാണ് ഒരു ഫീച്ചറായിട്ട് പറയാറുണ്ട്. അത് പേഴ്സണൽ ചോയ്സാണ്, രണ്ടും നല്ലതാണ്. ചിലപ്പോൾ കേർവ് ഡിസ്പ്ലേ ആയിരിക്കും ഭംഗി ഉണ്ടാവുക, കാരണം ആ ഡിവൈസിൻ്റെ ഡിസൈൻ അനുസരിച്ചിരിക്കുന്നു ഞാൻ പറയാം. കാരണം ചില ഡിവൈസിൻ്റെ ഡിസൈൻ തന്നെ സൈഡ്സ് കേർവ്ഡ് ആകുമ്പോൾ ഡിസ്പ്ലേയും കേർവ്ഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല ഫീൽ കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് OnePlus കൺഫേം ചെയ്ത് വേറൊരു കാര്യം, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഡിസ്പ്ലേൻ്റെ ഇനി കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 120 Hz ഡിസ്പ്ലേ ആണെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയി. പിന്നെ ഈ സെഗ്മെൻറ്റ്, അതായത് 30,000 രൂപയുടെ ആ സെഗ്മെൻറ്റിൽ വരുമ്പോൾ ഒബ്വിയസ്ലി AMOLED ഡിസ്പ്ലേ ആയിരിക്കും. അപ്പോൾ ഫ്ലൂയിഡ് AMOLED ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം, ഏറെക്കുറെ ഉറപ്പിക്കാം. 120 Hz എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ OnePlus Nord 2Dയിൽ 90 Hz ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് 120 Hz AMOLED, അതായത് ഫ്ലൂയിഡ് AMOLED കിട്ടുന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ കളറ് 2 കളറാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത്. ഒരെണ്ണം ഗ്രേയിഷ്, ഒരു ബ്ലാക്ക് കളറാണ്, കുറച്ചുകൂടി ഗ്രേയിഷ് കളറാണ്, ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന കളറാണ്. പിന്നെ ഒരു ഗ്രീൻ കളറും കൂടിയുണ്ട്. ഗ്രീൻ ആക്ച്വലി ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. പക്ഷേ ഈ ഗ്രേ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പ്രോബ്ലി മാറ്റ് ഫിനിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഗ്രേ കളർ എടുക്കാം. അല്ലാതെ ഗ്ലോസി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുള്ള നമുക്ക് എന്താ പറയുക ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്. പിന്നെ ക്യാമറ യൂണിറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും. ആ ക്യാമറ യൂണിറ്റ് തന്നെ കാണാം. അപ്പോൾ പ്രോബ്ലി ഒരു പ്രൈമറി ക്യാമറയും ഒരു അൾട്രാ വൈഡും മാക്രോ ആയിരിക്കാനാണ് ചാൻസ്. ഈ പ്രൈമറി ക്യാമറയെക്കുറിച്ചും OnePlus പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സോണി IMX 890 സെൻസറാണ്, നല്ലൊരു ക്വാളിറ്റി സെൻസറാണ്. ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി അല്ലെങ്കിലും 800 സീരീസും നല്ലൊരു എന്താ പറയുക, സോണീൻ്റെ IMX 890 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു 50 MP സെൻസറാണ്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഇൻക്ലൂഡഡ് ആണെന്നുള്ളതും കൂടി കൺഫേംഡ് കാര്യം. അപ്പോൾ ഇത്തവണയും നമുക്ക് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ക്യാമറ നല്ലതായിരിക്കാനാണ് ചാൻസ്. കാരണം OnePlus Nord 2Dയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നമുക്ക് അത് തന്നെ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം സോണീൻ്റെ IMX 890 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ. പ്രോബ്ലി ഇനി എനിക്ക് തോന്നുന്നു ബാറ്ററീൻ്റെ കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു ഗസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്രോബ്ലി 4500 അല്ലെങ്കിൽ 5000 mAh ആയിരിക്കാനാണ് ചാൻസ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു 80 watt ആയിരിക്കാനാണ് ചാൻസ്. സൂപ്പർ വർക്ക് നമുക്ക് കൺഫേംഡ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ പ്രോബ്ലി അതായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ സ്പെക്സ്, അത് ഒഫീഷ്യലി അനൗൺസ്ഡ് ആയ സ്പെക്സ്. ഇനി ഇതിൻ്റെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഗസ് പറയുകയാണെങ്കിൽ അറൗണ്ട് 33,000 to 36,000 ഉള്ളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ അപ്ഗ്രേഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ
പ്രോബ്ലി കഴിഞ്ഞ വർഷം അറൗണ്ട് 30,000 ആയിരുന്നു വന്നത്. അപ്പോൾ ചെറിയൊരു അപ്ഗ്രേഡ് ഒബ്വിയസ്ലി ഉണ്ട്. ഇൻഫാക്ട് ചെറുതല്ല, കുറച്ച് നല്ല അപ്ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 33 to 35 അല്ലെങ്കിൽ 36 ആ കാറ്റഗറിയിൽ ആ പ്രൈസ് സെഗ്മെൻറ്റിലായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ജൂലൈ 5-ാം തീയതി അറിയാം ഇതിൻ്റെ വില എത്രയായിരിക്കും എന്നുള്ളത്, സെയിൽ എന്നായിരിക്കും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ജൂലൈ 5-ാം തീയതി അറിയാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു OnePlus Nord 3ൻ്റെ നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? ഇത് വേർത്താണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്തായിരിക്കും, നിങ്ങളുടെ ഗസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.